ഇപ്പോൾ വേറൊരു കോമൺ ഡൗട്ടാണ് എല്ലാ തലയിൽ വരുന്ന മുഴകളും ക്യാൻസർ ആവണമെന്നത്. ആവണമെന്നില്ല. പല ക്യാൻസർ അല്ലാത്ത പതുക്കെ വളരുന്ന ട്യൂമറുകളും തലയിൽ വരാറുണ്ട്. ഉദാഹരണത്തിന് മെനിഞ്ചോമ എന്ന ട്യൂമർ. അതുകൊണ്ട് എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല. പക്ഷേ ഏത് മുഴ വന്നാലും അത് കൃത്യതയോടെ കണ്ടുപിടിക്കുകയും അതിന് ചികിത്സയും ഫോളോ അപ്പും ആവശ്യമാണ്. പിന്നെ വരുന്ന സാധാരണമായ ഒരു സംശയമാണ് എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമർ ആണോ എന്നത്. എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമർ ആവണമെന്നില്ല. പക്ഷേ ദീർഘനാൾ നിൽക്കുന്ന തലവേദന ഒരു ന്യൂറോളജിസ്റ്റിനെ ന്യൂറോസർജനെ കാണിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും അതൊരു മൈഗ്രെയിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ തലവേദനകളും ദീർഘനാൾ നിൽക്കുകയാണെങ്കിൽ ഒരു വിദഗ്ധമായ ഉപദേശം എന്തായാലും തേടേണ്ടതാണ്. ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാകാം. പക്ഷേ അത്തരം തലവേദനകൾ നോർമലി ഏർലി മോർണിംഗ് ഹെഡേക്ക്, പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഛർദി, കണ്ണിലേക്ക് ഇരുട്ട് കയറുക, തലകറക്കം, ഛർദ്ദിച്ച് കഴിഞ്ഞ് തലവേദനയ്ക്ക് ആശ്വാസം വരിക, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ശ്രദ്ധയോടുകൂടി എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്.